KSRTC കോതമംഗലം ഡിപ്പോയുടെ രാമക്കൽ മേട് യാത്രയിൽ രാമക്കൽ മേട് ട്രിപ്പിൽ ഞങ്ങൾ 32 പേർ രാമക്കൽ മേടിലെത്തി. നനുത്ത മഴ, മിക്കപ്പോഴും അസഹ്യമായ മഴ, ഇതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ രാമക്കൽ മേടിൽ കാലുകുത്തി. ഇനി രാമക്കൽ മേടിലെ വിശേഷങ്ങൾ കേൾക്കാം. രാമക്കൽ മേട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം. മനോഹരമായ കാഴ്ചകൾ, കാറ്റാടിപ്പാടങ്ങൾ, പ്രകൃതി ഭംഗി എന്നിവ കൊണ്ട് പ്രശസ്തം. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിനടുത്ത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്ത് നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽ മേട് എറണാകുളത്ത് നിന്നും 150 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 43 കിലോമീറ്ററും ദൂരെയാണ് രാമക്കൽ മേട്. കട്ടപ്പന നിന്നും 20 കിലോമീറ്ററും മൂന്നാർ നിന്ന് 70 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ച് ഇവിടെ എത്താം. നിലയ്ക്കാത്ത കാറ്റ് ഇവിടുത്തെ സവിശേഷതയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം. മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട്. ചില അവസരങ്ങളിൽ ഇത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെയും ആകാറുണ്ട്. രാമക്കൽ മേട് കേരളത്തിലെ രണ്ടാമത്തെ കാറ്റാടി പ്രോജക്റ്റിൻ്റെ സ്ഥലമാണ്. ശക്തമായ കാറ്റ്, വിശാലമായ പുൽമേട്, വശ്യമനോഹരമായ വിദൂര കാഴ്ചകൾ, കോടമഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾ, ആകാശം മുട്ടിയൊഴുകുന്ന കാഴ്ചകൾ ആരെയും ആകർഷിക്കും. പ്രകൃതി ദൃശ്യങ്ങൾക്കും ചരിത്ര പശ്ചാത്തലത്തിനും പേരുകേട്ട സ്ഥലം. കാറ്റാടി യന്ത്രങ്ങൾ, തമിഴ്നാടിൻ്റെ വ്യൂ പോയിൻറ്റ്സ്, വീശിയടിക്കുന്ന കുളിർക്കാറ്റ്, വെള്ളച്ചാട്ടങ്ങൾ, പുൽമേടുകൾ, മലനിരകൾ, തമിഴ്നാടിൻ്റെ വിശാലമായ താഴ്വരകൾ, കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലമടക്കുകൾ എന്നിവ ആവോളം ആസ്വദിക്കാം. രാമൻ ഈ മലയിൽ വന്നിരുന്നതിനാൽ ഈ സ്ഥലത്തിന് രാമക്കൽ മേട് എന്ന പേര് വന്നു എന്നും, രാമൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ഈ മലമുകളിൽ വിശ്രമിച്ചെന്നും, രാമൻ്റെ കാൽ പതിച്ച സ്ഥലം രാമക്കൽ ആയി എന്നും ഐതിഹ്യം. മലകയറ്റത്തിനും പ്രകൃതി നടത്തത്തിനും അനുയോജ്യമായ സ്ഥലം. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ അനുയോജ്യമായ സ്ഥലം. പക്ഷി നിരീക്ഷണം, ചിലപ്പോൾ പാരാഗ്ലൈഡിങ്ങും പറ്റിയ സ്ഥലം. പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ ഇവിടുത്തെ ഏറ്റവും രസകരമായ കാഴ്ച ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ ഇരട്ട പ്രതിമയാണ്. കുറവൻകുറത്തി പ്രതിമയിൽ ഒരു ആദിവാസി ദമ്പതികൾ അവരുടെ കുഞ്ഞിനെയും കൂട്ടി നമ്മെ നോക്കിയിരിക്കുന്നതാണ് കാഴ്ച. ആമപ്പാറ, തവളപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടുത്തെ മറ്റ് ആകർഷണം. വേഴാമ്പൽ മാതൃകയിൽ വ്യൂ പോയിൻ്റ് കാടിൻ്റെ വശ്യതയിൽ തീർത്തിരിക്കുന്നു. പടി കയറി മുകളിലെത്തിയാൽ വിശാലവും അതിമനോഹരവുമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാം. തേവാരം, കമ്പം,
തേനി തുടങ്ങിയ തമിഴ്നാടിൻ്റെ ടൗണുകൾ ഇവിടെ ദൂരക്കാഴ്ച. ഈ ഹൃദ്യമായ കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും. ശക്തമായ കാറ്റിൽ ഇഞ്ചിപ്പുല്ലും മറ്റ് വൃക്ഷലതാദികളും ആടി ഉലയുന്നത് നമുക്ക് കാണാം. കാറ്റാടി പാടാം. ഭീമൻ കാറ്റാടി യന്ത്രങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. ട്രക്കിങ്ങിന് ജീപ്പ് സൗകര്യമുണ്ട്. തൂക്കുപാലത്ത് നിന്ന് ജീപ്പിൽ കാറ്റാടിപ്പാടത്തെത്താം. അധികം ദുർഘടമല്ലാത്ത വഴി. എന്നാൽ ജീപ്പിൽ നമുക്ക് കാറ്റാടിപ്പാടത്തെത്താം. ചുറ്റും തമിഴ്നാടിൻ്റെ അതിവിശാലമായ ഭൂപ്രദേശം. കമ്പം, തേനി, തേവാരം തുടങ്ങിയ ടൗണുകൾ അകലെയായി കാണാം. കുത്തനെയുള്ള മലമടക്കുകൾ, ആകാശം മുട്ടെ പർവ്വതങ്ങൾ, കോടമഞ്ഞ് പുതച്ച് നിൽക്കുന്നത് മനോഹരമായ കാഴ്ച. ദൂരെയായി ഈ ചവറുകൂന പോലെ കാണുന്നത് അവിടുത്തെ ടൗണുകളും കെട്ടിടങ്ങളും ബിസിനസ് സെൻ്ററുകളുമാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ അത് വെളുത്ത നിറത്തിൽ എന്തോ ചവറ് കൂട്ടിയിട്ട പോലെയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. പക്ഷേ അത് അവിടുത്തെ ടൗണാണ്. നല്ല നിരപ്പായ സ്ഥലം. ഇനി അടുത്തത് വ്യൂ പോയിൻ്റാണ്. ഇത് വേഴാമ്പൽ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ്. പടി കയറി മുകളിലെത്തി നാലുപാടും നമുക്ക് വിശാലമായി നിരീക്ഷിക്കാം. ഇലകളും കാടിൻ്റെ നിറച്ചാർത്തും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന വേഴാമ്പൽ മാതൃക. മുകളിൽ വേഴാമ്പലിൻ്റെ ചിറകുകൾ കുടപിടിക്കുന്ന മാതൃകയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തതായി കുറവൻ കുറത്തി പ്രതിമ നമുക്ക് കാണാം. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച്
ധാരാളം വീഡിയോയും ഫോട്ടോസും എടുത്ത് ഒരു പകുതി ദിവസം ഇവിടെ ചെലവഴിച്ച് നയനമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗി ആവോളം ഉൾക്കൊണ്ട് മലകളും മലനിരകളും കോടമഞ്ഞും കുളിർകാറ്റും ആവോളം ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി. തീർത്തും ശരിക്കും പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് അസുലഭ കാഴ്ചകളും അനന്യ സൗന്ദര്യവും കൊണ്ട് സമ്പുഷ്ടമായ രാമക്കൽമേട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്.